നാരായണ. നാരായണ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ദേവി മാഹാത്മ്യ തരംഗിണി പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദുർഗാ സപ്തശ്ലോകി ചൊല്ലാം ആദ്യം. ഓം ജ്ഞാനിനാമപി ചേദാംസി ദേവി ഭഗവതി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തോഃ സ്വസ്ഥൈ സ്മൃതാമതിമതീവ ശുഭാം ദദാസി. ദാരിദ്ര്യദുഃഖഭയഹാരിണി കാ ത്വധന്യാ സർവോപകാരകരണായ സദാർദ്രചിത്താ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്തപരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹി നോ ദേവി
ദുർഗേ ദേവി നമോസ്തുതേ. സർവബാധാപ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി. ഏവമേവ ത്വയാ കാര്യം അസ്മദ്വൈരിവിനാശനം. രോഗാനശേഷാനപഹംസി തുഷ്ടാ രുഷ്ടാ തു കാമാൻ സകലാനഭീഷ്ടാൻ. ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിതാ ഹ്യാശ്രയതാം പ്രജാന്തി. ഇതി ശ്രീ ദുർഗാ സപ്തശ്ലോകീ സമ്പൂർണ. നാരായണ. ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുസ്വാഗതം, ശുഭസായാഹ്നം. നാരായണ. നമ്മൾ ദേവീ മാഹാത്മ്യ പഠനം തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രഥമ ചരിതം ഒന്ന് പതുക്കെ വായിച്ച് അതിൻ്റെ ഒരു രീതികൾ കാണിച്ചു തന്നു. മുമ്പും വായിച്ചത് തന്നെയാണ്, എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഒന്നുകൂടെ പതുക്കെയാണ് വായിച്ചത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. അതിൻ്റെ റിസൾട്ട് വളരെ നല്ല റിസൾട്ടായിട്ട് നമുക്ക് ഫീഡ്ബാക്കുകൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ ദേവി മാഹാത്മ്യ ക്ലാസ്സുകൾ തുടങ്ങിയതിന് ശേഷം ദേവി മാഹാത്മ്യം പഠിക്കാൻ തുടങ്ങിയവരും മുമ്പ് പഠിച്ചിരുന്നവരും എല്ലാവരും തന്നെ ഈ വെള്ളിയാഴ്ച നമ്മൾ ക്ലാസ്സുകൾക്ക് അവധി കൊടുത്തപ്പോൾ എല്ലാവർക്കും സൗകര്യമായി. ഒരുപാട് പേര് വീട്ടിലിരുന്നു കൊണ്ട് ദേവി മാഹാത്മ്യം സമ്പൂർണ്ണമായിട്ട് പാരായണം ചെയ്തു എന്ന് പറഞ്ഞ് തന്നെ ഒരുപാട് മെസ്സേജുകളുണ്ടായിരുന്നു നമുക്ക് വാട്സപ്പിൽ. വളരെ സന്തോഷമായിരുന്നു എല്ലാവർക്കും. ഞങ്ങൾക്കത് വായിക്കാൻ പറ്റി, ഞങ്ങൾക്ക് വലിയ തെറ്റില്ലാതെ വായിക്കാൻ പറ്റി. അതിലും പ്രഥമ ചരിതം ഞങ്ങൾ നന്നായിട്ട് വായിച്ചു. മറ്റ് ചരിതങ്ങൾ കുറച്ച് കഷ്ടങ്ങളുണ്ടായിരുന്നു, എന്നുവെച്ചാൽ നമ്മൾ അതിലേക്ക് ഒക്കെ കടക്കണമല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് നന്നായിട്ട് ഒരുപാട് പേർക്ക് വലിയ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു. ചിലർക്കൊക്കെ അന്ന് വായിച്ചതിൻ്റെ രാത്രി നല്ല ദേവിയുടെ സ്വപ്നങ്ങൾ കണ്ടു, എന്തെന്നില്ലാത്ത നിർവൃതി ഉണ്ടായി, വായിക്കുമ്പോൾ കണ്ണുനീര് ധാരധാരയായി ഒഴുകി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുടെ മെസ്സേജ് വന്നു നമുക്ക്. സത്യമാണ്, ഇത് അവിടെ എപ്പോഴും ഫേസ്ബുക്കിലും ചിലർ ആ സന്ദേശങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്, ആനന്ദമാണ്. കാരണം നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഈ ഒരു പ്രയത്നം അത് ദേവിക്കുള്ള പൂജയാണ്, എൻ്റെ പൂജയാണ്. അത് തീർച്ചയായിട്ടും ദേവി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. അത് നിങ്ങളൊക്കെ ഓരോരുത്തരും സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ പകർത്തുന്നത്, അഭ്യസിക്കുന്നത്. കാരണം ദേവീ മാഹാത്മ്യം എന്നുള്ള ഗ്രന്ഥം അത് ഉപാസനയ്ക്കുള്ള, പാരായണത്തിനുള്ള ഗ്രന്ഥമാണ്. വെറുതെ കേട്ട് പഠിച്ച് ഞാൻ ദേവീ മാഹാത്മ്യം പഠിച്ചു എന്ന് പറഞ്ഞ് ഇരിക്കാനുള്ളതല്ല. നിരന്തരമായിട്ട് പാരായണം ചെയ്യാൻ ഉള്ളതായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ദുർഗാ സപ്തശതി ദേവി മാഹാത്മ്യം. അപ്പോൾ അത് ഏറ്റെടുത്തു എത്രയോ പേര്. റെസ്പോണ്ട് ചെയ്തവർ വളരെ ചുരുക്കമായിരിക്കും യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളവരെക്കാൾ. അപ്പോൾ 1000-ലധികം ആൾക്കാർ നമുക്ക് റെഗുലറായിട്ട് ഫേസ്ബുക്കിൽ തന്നെ ഒരു ദിവസം വാച്ച് ചെയ്യുന്നുണ്ട്. അതല്ലാതെ യൂട്യൂബിലും മറ്റുമൊക്കെ അത് 3 യൂട്യൂബുകളിലേക്ക് പോകുന്നുണ്ട്, 3 ഗ്രൂപ്പുകളായിട്ട്. അവരൊക്കെ അതിനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ നല്ല വ്യൂവർഷിപ്പായി വരുന്നുണ്ട്. അപ്പോൾ ഓരോ യൂട്യൂബിലും സ്ഥിരമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സ്ഥിരമായിട്ട് അന്നന്നാളത്തെ ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ്. അപ്പോൾ അവരൊക്കെ തന്നെ നമ്മുടെ പുസ്തകങ്ങൾക്കായിക്കൊണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, CD-ക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. എനിക്ക് ഇന്ന് മുഴുവൻ അത്ര നേരം എഴുതുമായിരുന്നു. ഇന്ന് പ്രത്യേകമായിട്ട് വന്നു കുറേ. എന്താ വെച്ചാൽ ഇന്ന് രാവിലെയാണ് കുറേ ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ ഈ ബുക്സിനെ കുറിച്ചും CD-യെക്കുറിച്ചുള്ളതായിട്ടുള്ള സന്ദേശം കൊടുത്തത്. അതിൻ്റെ റിസൾട്ടായിട്ട് ഇന്ന് ഒരു 100-ൻ്റെ അടുത്തുള്ള ആൾക്കാർ
പുസ്തകത്തിനും സി ഡിക്കുമായിട്ട് ചോദിച്ചിട്ടുണ്ട്. പെൻഡ്രൈവും സി ഡിയൊക്കെ നമ്മൾ തയ്യാറാക്കിയതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ പ്രിൻ്റ് ചെയ്തിട്ട് വേണം, നാളെ കോപ്പി എടുത്തിട്ട് വേണം. സൗന്ദര്യലഹരി കയ്യിലുണ്ടായിരുന്നതൊക്കെ കഴിഞ്ഞു. എല്ലാം സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുക, അത്രയ്ക്ക് ഡിമാൻഡ്. അപ്പോൾ എന്തൊരു റെസ്പോൺസാണ് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരെയും ജഗദംബിക അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ വരും നവരാത്രി കാലം ഓരോ മലയാളി ഗൃഹത്തിലും ഓരോ ഹിന്ദു ഗൃഹത്തിലും ആ ദേവി മാഹാത്മ്യ തരംഗങ്ങൾ മുഴങ്ങാൻ ജഗദംബിക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നവരാത്രി കാലം മാത്രമല്ല, എന്നും മുഴങ്ങട്ടെ. നമ്മുടെ വരും തലമുറകൾ, നമ്മുടെ കുട്ടികൾ ഇത് കേട്ട് വളരട്ടെ. അവർക്കിത് അനായാസേന സ്വായത്തമാക്കാൻ കഴിയട്ടെ. ഇപ്പം നമ്മുടെയൊക്കെ പൂർവീകരിത് ചൊല്ലാതിരുന്നതിൻ്റെ കുഴപ്പമാണ് നമ്മുടെ ഇടയിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് കഷ്ടമായിട്ട് തോന്നുന്നത്. സ്ഥിരമായിട്ട് നമ്മുടെ വീടുകളിൽ ഇത് പാരായണം നടന്നിരുന്നുവെങ്കിൽ നമ്മൾ കേട്ട് തന്നെ ബൈഹാർട്ടാക്കിയിട്ടുണ്ടാവും, അല്ലേ? പലതും അങ്ങനെയല്ലേ? നമ്മളൊക്കെ കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ അച്ഛനമ്മമാരിത് ദിവസവും ചൊല്ലിയിരുന്ന പല കാര്യങ്ങളും നമ്മൾ ബൈഹാർട്ടാക്കി. അതുപോലെ ദേവീ മാഹാത്മ്യവും നമ്മുടെ ഗൃഹങ്ങളിൽ മുഴങ്ങിയിരുന്നെങ്കിൽ അതൊക്കെ നമുക്കും ബൈഹാർട്ട് ആയേനെ. അതിൻ്റെ മഹത്വം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. ഇത് ചൊല്ലാൻ പഠിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. ചൊല്ലിയത് കൊണ്ടുള്ള ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ജഗദംബിക നമ്മുടെ ഹിന്ദു കുട്ടികളെ, സനാതനധർമ്മത്തെ ഒക്കെ കാത്തുരക്ഷിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെയൊക്കെ പ്രയത്നം അതിനുവേണ്ടി തന്നെയാണ്. ഈ സനാതനധർമ്മം കൊടികെട്ടി പറക്കണം. ലോകഗുരുവായി ഭാരതം മാറണം. ഈ കേരളത്തിൽ നിന്ന് നമ്മൾ ഹിന്ദുക്കൾ ഒളിച്ചോടേണ്ട ഗതികേട് ഉണ്ടാവരുത്. കാശ്മീരി പണ്ഡിറ്റുകൾക്കുണ്ടായ ഗതി ഈ കേരളത്തിലെ ഹിന്ദുക്കൾക്കുണ്ടാവരുത്. അതിനുള്ള ഉണർവ്, ബോധം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതായിട്ടുള്ള ആ ഒരു ബുദ്ധി, അതൊക്കെ ഹിന്ദു സമൂഹത്തിന് ഉണ്ടാവട്ടെ. ഈ കള്ളന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാരിൽ നിന്ന് നമ്മുടെ കേരളത്തെ, നമ്മുടെ ഹിന്ദു സമൂഹത്തെ, നമ്മുടെ ക്ഷേത്രങ്ങളെ ഒക്കെ വീണ്ടെടുക്കാൻ നമുക്ക് കഴിയട്ടെ. സനാതനധർമ്മത്തെ ബഹുമാനിക്കുന്ന ഭരണാധികാരികൾ വരട്ടെ. സനാതനധർമ്മത്തിന് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നതായിട്ടുള്ള ഭരണാധികാരികൾ വരട്ടെ. ആ ഒരു സങ്കല്പവും കൂടി നമുക്ക് ഈ പ്രാർത്ഥനകളുടെ കൂടെ ഉണ്ടാവണം. അപ്പോഴേ നമുക്കിത് തുടർന്ന് നടത്താൻ പറ്റുള്ളൂ. നമ്മുടെ വരും തലമുറകൾക്കും ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ, ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ശക്തിസ്വരൂപിണിയായ അമ്മ തന്നെ തരട്ടെ. ഇവിടെയുള്ള മഹിഷാസുരന്മാരെയും മധുകൈടപന്മാരെയും ശുംഭനിശുംഭന്മാരെയും ചണ്ടമുണ്ടന്മാരെയൊക്കെ അമ്മ തന്നെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യട്ടെ. അതിനായിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ ആ ഒരു സങ്കല്പം കൂടി വേണം. ഈ കേരളത്തെ, മുങ്ങിക്കൊണ്ടിരിക്കുന്ന കേരളത്തെ രക്ഷിക്കുക എന്നുള്ളതായിട്ടുള്ള സങ്കല്പം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വീണ്ടും അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പഠനം തുടരാം. നമ്മൾ ഒന്നാമത്തെ ചരിതം, പ്രഥമ അധ്യായം മധുകൈടഭ വധവർണ്ണനം എന്നുള്ളതായിട്ടുള്ള അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് വായിച്ചു, നിർത്തി വായിച്ചു. ഒന്നുകൂടെ വായിക്കാം, ഒന്ന് ഫ്ലൂവൻ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക്. എങ്ങനെ വെച്ചാൽ എവിടെയൊക്കെയാണ് പദം മുറിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, അർത്ഥം പറയുന്നില്ല. അർത്ഥം ഒരിക്കൽ ഓടിച്ചു പറഞ്ഞു, ഇനിയും ഓടിച്ചു പറയേണ്ട കാര്യമില്ല, വിസ്തരിച്ചാണ് പറയേണ്ടത്. അത് നമുക്ക് നവരാത്രി കഴിയട്ടെ. നവരാത്രി വരേക്കും നമ്മൾ പാരായണത്തിൻ്റെ പഠനത്തിലാണിപ്പോൾ. ആദ്യം പാരായണം, ആ പാരായണത്തിൽ ഫ്ലുവൻസി ആയി കഴിയുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ധ്യാന ശ്ലോകമൊക്കെ പറഞ്ഞു. അതിനുശേഷം
നമുക്ക് ഓരോരോ ശ്ലോകങ്ങളായിട്ട് പതുക്കെ പോകാം. അർത്ഥമല്ല, ആ പദം മനസ്സിലാക്കിക്കൊണ്ട് പോകാം. ഓം നമശ്ചണ്ഡികായൈ. അഥ പ്രഥമചരിതം. പ്രഥമോऽധ്യായഃ. മധുകൈടഭവധവർണ്ണനം. ഓം അസ്യ ശ്രീപ്രഥമചരിതസ്യ ബ്രഹ്മാ ഋഷിഃ മഹാകാളീ ദേവതാ ഗായത്രീ ഛന്ദഃ നന്ദാശക്തിഃ രക്തദന്തികാ ബീജം അഗ്നിസ്തത്വം ഋഗ്വേദസ്വരൂപം. ശ്രീമഹാകാളീ പ്രീത്യർത്ഥേ പ്രഥമചരിതജപേ വിനിയോഗഃ. ധ്യാനം. ഓം ഖഡ്ഗം ചക്രഗദേഷു ചാപപരിഘാൻ ശൂലം ഭുശുണ്ഡീം ശിരഃ ശംഖം സന്ദദതീം കരൈസ്ത്രിനയനാം സർവാംഗഭൂഷാവൃതാം നീലാസ്മദ്യുതിമാസ്യ പാദദശകാം സേവേ മഹാകാളികാം യാമസ്തൗൽ സ്വപിതേ ഹരൗ കമലജോ ഹന്തും മധും കൈഡഭം. ഹരി ഓം. നമുക്കൊരു വിശിഷ്ട അതിഥിയുണ്ട്, ത്രിവിക്രമൻ അടികൾജി. സന്തോഷം. കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ നേരിട്ടുള്ള തന്ത്രിയാണ്, നേരിട്ട് ഭഗവതിയെ പൂജിക്കുന്ന ആളാണ് ശ്രീ ത്രിവിക്രമൻ അടികൾ. വലിയ ശ്രീവിദ്യ ഉപാസകനാണ്, ദേവി ഉപാസകനാണ്, നമുക്കൊക്കെ പല കാര്യത്തിലും മാർഗദർശിയും കൂടിയാണ്. കൊടുങ്ങല്ലൂർ പോയാൽ എല്ലാ സൗകര്യങ്ങളും അദ്ദേഹമാണ് നമുക്ക് ചെയ്തു തരാറ്. അദ്ദേഹം നമ്മളെയൊക്കെ കാണാനും അനുഗ്രഹിക്കാനും വന്നിരിക്കണം. സാക്ഷാൽ ദേവിയെ നേരിട്ട് പൂജിക്കുന്ന ആളാണ്. എപ്പോൾ പോയാലും കൈ നിറച്ച് പ്രസാദങ്ങളുമായിട്ടേ നമ്മളെ വിടുള്ളൂ. സന്തോഷം. നാരായണ. നാരായണ. അപ്പോൾ ഇതുവരെ ഇന്നലെ നമ്മൾ ധ്യാന ശ്ലോകത്തിൻ്റെയൊക്കെ സാമാന്യം അർത്ഥം കണ്ടു. ഇനി നമുക്ക് ഓരോ ശ്ലോകങ്ങളായിട്ട് പതുക്കെ പതുക്കെ പദം പിരിച്ചു പോകാം. ഓം ഐം മാർക്കണ്ഡേയ ഉവാച സാവർണിഃ സൂര്യതനയോ യോ മനുഃ കഥ്യതേഷ്ടമഃ നിശാമയതദുൽപത്തിം വിസ്തരാദ്ഗദദോ മമ. മാർക്കണ്ഡേയ ഉവാച എന്ന് പറഞ്ഞാൽ മാർക്കണ്ഡേയ ഋഷി ജൈമിനി മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള അവതരണം ആരംഭിക്കുകയാണ് പ്രഥമ ചരിതത്തിൽ. കഥകളൊക്കെ നമ്മൾ മുമ്പ് കണ്ടു. അപ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക. സാവർണിഃ സൂര്യതനയഃ യോ മനുഃ കഥ്യതേ അഷ്ടമഃ നിശാമയ തദുൽപത്തിം വിസ്തരാത് ഗതദോ മമ. സൂര്യതനയ എന്നുള്ളത് സന്ധിയിൽ സൂര്യതനയോ എന്നായി മാറും. സാവർണിഃ സൂര്യതനയോ യോ മനുഃ കഥ്യതേ അഷ്ടമഃ നിശാമയ തദുൽപത്തിം വിസ്തരാത് ഗതദോ മമ. ശ്രദ്ധിച്ചോ? പുസ്തകമുണ്ടോ കയ്യിൽ? ആ പുസ്തകം നോക്കുക, പറയുന്നത് ശ്രദ്ധിക്കുക. സാവർണി എന്ന സൂര്യപുത്രൻ ഏതൊരുവനാണോ എട്ടാമത്തെ മനുവായി പറയപ്പെടുന്നത് അവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് കേട്ടോളൂ, ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തരാം, ആ എന്നിൽ നിന്ന് കേട്ടോളൂ എന്നാണ്. അടുത്ത ശ്ലോകം. മഹാമായാനുഭാവേന യഥാ മന്വന്തരാദിഭഃ സ ബഭൂവ മഹാഭാഗഃ സാവർണിസ്തനയോരവേഃ. മഹാമായ അനുഭാവേന യഥാ മന്വന്തരാദിഭഃ സഹ ബഭൂവ മഹാഭാഗഃ സാവർണിഃ തനയോ രവേഃ. ഇപ്പോൾ മഹാമായയുടെ അനുഭാവം കൊണ്ട്, അനുഗ്രഹം കൊണ്ട്, എപ്രകാരമാണോ അദ്ദേഹം മന്വന്തരാധിപനായി ഭവിച്ചത്
ആ മഹാഭാഗൻ, ആ സാവർണി, ആ രവിയുടെ പുത്രൻ. ഇതാണ് എൻ്റെ ഓർഡർ. അപ്പോൾ രവിപുത്രനായ സാവർണി എന്ന മനു, മഹാഭാഗ്യവാനായ അദ്ദേഹം എങ്ങനെയാണ് മഹാമായയുടെ അനുഗ്രഹം കൊണ്ട് മന്വന്തരാധിപതി ആയത് എന്നത് ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തരാം, കേട്ടോളൂ എന്നാണ് മുമ്പേ പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയാണത്. സ്വാരോജിഷേന്ദരേ പൂർവം ചൈത്രവംശസമുദ്ഭവഃ സുരഥോ നാമ രാജാഭൂത് സമസ്തേ ക്ഷിതിമണ്ഡലേ. സ്വാരോജിഷേ അന്തരേ, ആ അന്തരേ എന്നുള്ളത് അവിടെ ഒരു ചിഹ്നം കാണും. ആ അകാരം ലോപിച്ചു പോകും അവിടെ. പക്ഷേ നമ്മൾക്ക് ആ ഫീൽ ഉണ്ടാവണം, അകാരം അവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീല്. അന്തരേ എന്നാണ് അവിടെ ശബ്ദം എന്നുള്ളത്. എന്നാൽ എടുത്തു പറയേണ്ട കാര്യമില്ല, അപ്പോൾ ഒരക്ഷരം കൂടിപ്പോകും. ആ സ്വാരോജിഷേ അന്തരേ എന്ന് എടുത്തു പറഞ്ഞാൽ ഒരക്ഷരം കൂടി വൃത്തഭംഗം വരും. അപ്പോൾ എടുത്തു പറയാതെ ധ്വനിപ്പിക്കണം നമ്മൾ. അതാണ് സ്വാരോജിഷേന്തരേ, സ്വാരോജിഷേന്തരേ. അവിടെ ആന്ന് പിരിച്ചു ചൊല്ലില്ല. സ്വാരോജിഷേന്തരേ പൂർവം ചൈത്രവംശസമുദ്ഭവഃ. ചൈത്രവംശത്തിൽ മുമ്പ് ജനിച്ചവൻ എന്നർത്ഥം. സ്വാരോജിഷം എന്ന മന്വന്തരത്തിൽ ചൈത്രവംശത്തിൽ ഉത്ഭവിച്ചവനായിട്ടുള്ള സുരഥോ നാമ രാജാ അഭൂത്. സുരഥൻ എന്ന പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. സമസ്തേ ക്ഷിതിമണ്ഡലേ, സമസ്തേ മുഴുവൻ, ക്ഷിതിമണ്ഡലത്തിലും എന്നായിട്ട്. അപ്പം മുഴുവൻ ക്ഷിതിമണ്ഡലത്തിനും അധിപതിയായിട്ട് സുരഥൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അത് സ്വാരോജിഷം എന്ന മന്വന്തരത്തിലായിരുന്നു. രണ്ടാമത്തെ മന്വന്തരത്തിൻ്റെ പേരാണ് സ്വാരോജിഷം. അതൊക്കെ മുമ്പ് പറഞ്ഞു. സ്വായംഭുവ മന്വന്തരം കഴിഞ്ഞാൽ അടുത്ത മന്വന്തരമാണ് സ്വാരോജിഷ മന്വന്തരം. അത് കഴിഞ്ഞ് ഉത്തമ മന്വന്തരം, താമസ മന്വന്തരം, രൈവത മന്വന്തരം, ചാക്ഷുഷ മന്വന്തരം കഴിഞ്ഞ് ഇപ്പോൾ വൈവസ്വത മന്വന്തരം നടന്നുകൊണ്ടിരിക്കണു. ബ്രഹ്മാവിൻ്റെ ഈ പകല്, ശ്വേതവരാഹകൽപ്പം എന്ന് പറയുന്ന ഈ പകല് 7ാമത്തെ മന്വന്തരം നടക്കുന്നു. ഇനിയും 7 മന്വന്തരങ്ങൾ വരാനിരിക്കുന്നു. അതിൽ അടുത്ത മന്വന്തരത്തിൻ്റെ പേരാണ് സാവർണി മന്വന്തരം. ആ സാവർണി മന്വന്തരത്തിൽ മനുവാകാൻ പോകുന്ന ആളെക്കുറിച്ചാണ് ഇവിടെ കഥ പറയുന്നത്. അപ്പോയിൻമെൻ്റ് ഓർഡറുമായിട്ട് ഇരിക്കുകയാണ്. മനു പദവിയിലേക്ക് ഈസ് ഓൾറെഡി അപ്പോയിൻറ്റഡ്, ബട്ട് അദ്ദേഹത്തിൻ്റെ ജോയിനിങ് ഡേറ്റ് ആയിട്ടില്ല. ഈസ് വെയിറ്റിംഗ്. ഇപ്പം ആരാണ്? പുരന്തരൻ എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോഴുള്ള ആള് വൈവസ്വതൻ എന്ന് പറഞ്ഞ ആളാണ് മനു പദവിയിലിരിക്കുന്നത്. പുരന്തരൻ ഇന്ദ്രനായിട്ടിരിക്കുന്നു. ആ പുരന്തരൻ മാറിയിട്ട് വേണം മഹാബലിക്ക് ഇന്ദ്രനാവാനായിക്കൊണ്ട് അതേ മന്വന്തരത്തിൽ അതേ കാലത്ത് മനുവായി തീരാൻ സാവർണി കാത്തിരിക്കണു. ഇപ്പോൾ വൈവസ്വതൻ എന്ന മനുവാണ് മനുവായിട്ടിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞതാണ്. ഒന്നുകൂടെ ഈ പദങ്ങൾ കേൾക്കുമ്പോൾ ഓർമ്മ വരിക. അപ്പോൾ നമുക്ക് ആ കഥ ഒപ്പം പോകാൻ പറ്റും. അപ്പോൾ മുഴുവൻ ഭൂമണ്ഡലത്തിനും രാജാവായിരുന്നു അദ്ദേഹം, ഈ ചൈത്രവംശ സമുദ്ഭവനായിട്ടുള്ള ഈ സുരഥൻ എന്ന രാജാവ്. തസ്യ പാലയദഃ സമ്യക് പ്രജാപുത്രാനി വൗരസാൻ ബഭൂവുഃ ശത്രവോ ഭൂപാഃ കോലാവിദ്വംസിനസ്തദാ. തസ്യ പാലയദഃ സമ്യക് പ്രജാ പുത്രാൻ ഇവ ഔരസാൻ. തസ്യ അവന്, എങ്ങനെയുള്ളവന്? സമ്യക് പ്രജാഹ പാലയതഃ എന്നാണ്. പ്രജാഹ പാലയതഃ, പ്രജകളെ നല്ല രീതിയിൽ പരിപാലനം ചെയ്യുന്ന അദ്ദേഹത്തിന് പ്രജകൾ ഏതുപോലെ ഭവിച്ചു? പുത്രാനിവ ഔരസാൻ, ഔരസപുത്രന്മാരെ പോലെയായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം ഉരസിൽ നിന്നുണ്ടായത്, സ്വന്തം ശരീരത്തിൽ നിന്നുണ്ടായത് എന്നർത്ഥം. അപ്പൊ സ്വന്തം മക്കളെ പോലെയായിരുന്നു അദ്ദേഹത്തിന് പ്രജകള്. ആ സമയത്ത് ബഭൂവു ശത്രവോ ഭൂപാഃ കോലാവിദ്വംസിനസ്തദാ. അദ്ദേഹത്തിന് ശത്രവഃ ബഭൂവു, ശത്രുക്കൾ ഭവിച്ചു. ആരാണ്? കോലാവിദ്വംസിനഃ ഭൂപാഃ, കോലാവിദ്വംസികൾ എന്ന് പറയുന്നതായിട്ടുള്ള രാജാക്കന്മാർ. ഒരു പ്രത്യേക രാജവംശം, ഒരു കൂട്ടരാണ് അവർ.
കോലാവിധ്വംസികൾ എന്ന് പറയുന്ന രാജാക്കന്മാർ, ഭൂപന്മാർ അദ്ദേഹത്തിന്റെ ശത്രുക്കളായി ഭവിച്ചു ഈ കാലത്ത്. തഥാ അപ്രകാരം തസ്യ തൈർ അഭവദ്യുദ്ധം അതിപ്രബലദണ്ഡിനഃ ന്യൂനൈരപി സതൈർ യുദ്ധേ കോലാവിധ്വംസിഭിർജിതഃ. തസ്യ അവന് തൈഹി അവരുമായിട്ട് അഭവത് ഭവിച്ചു യുദ്ധം. അപ്പൊ അദ്ദേഹത്തിന് ആ കോലാവിധ്വംസികളുമായിട്ട് യുദ്ധം സംഭവിച്ചു. അതിപ്രബലദണ്ഡിനഃ, ഇവിടെ തസ്യ എന്നുള്ളതിന്റെ വിശേഷണമാണ് അതിപ്രബലദണ്ഡിനഃ, നല്ല പോലെ പ്രബലമായി രാജ്യശാസനം ചെയ്യുന്നതായിട്ടുള്ള ദണ്ഡം ധരിച്ചിരിക്കുന്ന അധികാരിയായിരിക്കുന്ന അദ്ദേഹത്തിന്, ശത്രുക്കളെ ശിക്ഷിക്കാൻ ശക്തനായിട്ടുള്ള അദ്ദേഹത്തിന് യുദ്ധമുണ്ടായി. ന്യൂനൈരപി സതൈർ യുദ്ധേ കോലാവിധ്വംസിഭിർജിതഃ. അദ്ദേഹത്തിന് തൈഹി കോലാവിധ്വംസിഭിഹി ന്യൂനൈരപി, ആ അവരാൽ എന്നാണ് തൈഹി എന്ന് പറഞ്ഞാൽ. അവരാൽ ആരാണ് അവര്? കോലാവിധ്വംസികളാൽ. അവർ ന്യൂനന്മാരായിരുന്നു എന്ന് വെച്ചാൽ ആളുകൾ എണ്ണത്തിൽ കുറവുള്ളവരായിരുന്നു. എന്നിട്ടും യുദ്ധേ സഹ ജിതഃ എന്ന് പറഞ്ഞാൽ അവൻ ജയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ പരാജയപ്പെട്ടു, അവരാൽ ജയിക്കപ്പെട്ടു, ശത്രുക്കളാൽ ജയിക്കപ്പെട്ടു. അപ്പൊ ശത്രുക്കൾ ഇവനെ പരാജയപ്പെടുത്തി എന്നർത്ഥം. കർമ്മണി പ്രയോഗമാണ്. അപ്പൊ ആര് പരാജയപ്പെട്ടു? രാജാവ് പരാജയപ്പെട്ടു. നമ്മുടെ സുരഥൻ എന്ന രാജാവ് ഈ കോലാവിധ്വംസികളാൽ പരാജയപ്പെട്ടു. എന്താ കാരണം? അവർ ആള് കുറവാണെങ്കിലും ഈ ഇദ്ദേഹത്തിന്റെ സ്വന്തക്കാര്, ഇദ്ദേഹത്തിന്റെ എന്താ പറയുക, മന്ത്രിമാരും സേനാനായകന്മാരും ചതിച്ചു. ഈ കോലാവിധ്വംസികളുടെ പക്ഷത്ത് ചേർന്നിരുന്നു. നേരത്തെ തന്നെ ഇവരെ പാട്ടിലാക്കിയിരുന്നു. അത് ഇദ്ദേഹം അറിഞ്ഞിരുന്നില്ല. സത്യസന്ധനായ ഇദ്ദേഹം തൻ്റെ സേനാനായകന്മാരെയും മന്ത്രിമാരെയൊക്കെ വിശ്വസിച്ചു. അവർ കൈക്കൂലി വാങ്ങിച്ചിട്ട് ശത്രുപക്ഷത്ത് ചേർന്നിരിക്കുന്നു. അതാണ് ഇവിടെ ഇദ്ദേഹത്തിന് പരാജയം ഉണ്ടാവാൻ കാരണം. അത് തുടർന്ന് പറയുന്നുണ്ട്. തതസ്വപുരമായാതോ നിജദേശാദിബോഭവത് ആക്രാന്തഃ സ മഹാഭാഗഃ തൈസ്തദാ പ്രബലാരിഭിഃ. തതഃ അനന്തരം സ്വപുരം ആയാതഃ, സ്വന്തം പുരത്തിലേക്ക് മടങ്ങി വന്നു. യുദ്ധത്തിൽ യുദ്ധരംഗത്ത് തോറ്റവനായിട്ടുള്ള രാജാവ് സ്വപുരത്തിലേക്ക് മടങ്ങി വന്നു. നിജദേശാധിപോ അഭവത്, നിജദേശാധിപനായി ഭവിച്ചു എന്ന് വെച്ചാൽ വലിയ രാജ്യമൊക്കെ നഷ്ടപ്പെട്ടു, പക്ഷെ തൻ്റെ ദേശത്തിൻ്റെ മാത്രം പ്രഭുവായിരുന്നു. പക്ഷേ സ മഹാഭാഗഃ തൈഹി പ്രബലാരിഭിഹി തഥാ ആക്രാന്തഃ, ആ മഹാഭാഗനായിട്ടുള്ള അദ്ദേഹം പ്രബലന്മാരായ ആ ശത്രുക്കളാൽ തഥാ വീണ്ടും അപ്പോൾ ആക്രാന്തഃ ആക്രമിക്കപ്പെട്ടു. അപ്പൊ സ്വന്തം രാജ്യത്ത് വന്ന് അഭയം പ്രാപിച്ചു, യുദ്ധരംഗത്ത് പരാജയപ്പെട്ടിട്ട് ഉള്ളിലേക്ക് ഒതുങ്ങി സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്നു. പക്ഷെ അവിടെയും നിൽക്കക്കള്ളിയില്ലാതായി ഇവർ വന്ന് ആക്രമിച്ചിട്ട് എന്ന് പറയാം. അമാത്യൈർബലിഭിർദുഷ്ടൈഃ ദുർബലസ്യ ദുരാത്മഭിഃ കോശോ ബലം ചാപഹൃതം തത്രാപി സ്വപുരേ സതഃ. അദ്ദേഹത്തിന്റെ അമാത്യന്മാര്, മന്ത്രിമാര് എന്നർത്ഥം. ബലിഭിഹി ദുഷ്ടൈഹി, ആ അമാത്യന്മാർ എങ്ങനെയുള്ളവര്? ബലവാന്മാരും ദുഷ്ടന്മാരുമായിരുന്നു. ഇദ്ദേഹം ദുർബലനുമായി, ശക്തി കുറഞ്ഞവനായി തീർന്നു. അങ്ങനെ ദുർബലസ്യ തസ്യ അമാത്യൈഹി ദുഷ്ടൈഹി ബലിഭിഹി, ബലവാന്മാരായിട്ടുള്ള ദുരാത്മഭിഹി, അവരുടെ മനസ്സ് ദുഷിച്ചവരായിരുന്നു, കള്ളന്മാരായിരുന്നു. അപ്പൊ അവരാൽ എന്ത് ചെയ്യപ്പെട്ടു? ഇദ്ദേഹത്തിന്റെ കോശം ബലം ച അപഹൃതം തത്രാപി സ്വപുരേ സതഃ, അദ്ദേഹം സ്വന്തം പുരത്തിൽ നിൽക്കുമ്പോൾ, സതഃ എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ, അവിടെ സ്ഥിതി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തം പുരത്തിലും നിൽക്കക്കള്ളിയില്ലാതായി. അദ്ദേഹത്തിന്റെ കോശം എന്ന് പറഞ്ഞാൽ ട്രഷറി, ബലം എന്ന് പറഞ്ഞാൽ സൈന്യം. അപ്പൊ അദ്ദേഹത്തിന്റെ ധനകാര്യ വകുപ്പും അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പും എന്താ പറയുക, ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഈ അമാത്യരുടെ കീഴിലാണ്. അപ്പൊ ഇദ്ദേഹത്തിന് വിട്ടുകൊടുത്തില്ല. അപ്പൊ ധനം ട്രഷറിയുടെ കസ്റ്റഡിയും മന്ത്രിമാരുടെ കയ്യിലായി പോയി.
സേനകളുടെ കസ്റ്റഡിയും അവരുടെ ഇതിലായിപ്പോയി. ഇദ്ദേഹം ഏകാഗിയായി മാറി. ഇദ്ദേഹം ഒറ്റപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ തന്നെ ആളുകൾ തന്നെ അദ്ദേഹത്തെ ചതിച്ചു. അങ്ങനെ ഒറ്റപ്പെട്ടവനായിട്ടുള്ള അദ്ദേഹം എന്ത് ചെയ്തു? രക്ഷപ്പെട്ട് ഓടുകയാണ് അവിടുന്ന്. തതോ മൃഗയാ വ്യാജേന ഹൃദസ്വാമ്യസ്സ ഭൂപതിഃ ഏകാഗീ ഹയമാരുഹ്യ ജഗാമ ഗഹനം വനം. തതോ അനന്തരം മൃഗയാ വ്യാജേന, നായാട്ടിനെന്ന മട്ടില്, വ്യാജേന എന്ന് പറഞ്ഞാൽ നായാട്ടിനല്ല, പേടിച്ചോടി പോവാണ് ഗതിയില്ലാതെ. ഹൃദസ്വാമ്യ സ ഭൂപതിഃ, തൻ്റെ സ്വാമ്യം ഹരിക്കപ്പെട്ടവനായിട്ട്. സ്വാമ്യം എന്നാൽ സ്വാമീഭാവം, യജമാനഭാവം, പ്രഭുഭാവം പോയി, സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടവനായ ആ ഭൂപതി രാജാവ് ഏകാകി ഒറ്റയ്ക്ക് ഹയമാരുഹ്യ കുതിരപ്പുറത്താരോഹണം ചെയ്തുകൊണ്ട് ജഗാമ ഗമിച്ചു. എവിടേക്ക്? ഗഹനം വനം, ഗഹനമായ വനത്തിലേക്ക് ഗമിച്ചു. നിൽക്കക്കള്ളിയില്ലാതെ നാട് വിട്ട് ഓടിപ്പോയി. ആരെങ്കിലും വഴിയിൽ കണ്ടവർ ചോദിച്ചാൽ എവിടേക്കാന്ന് ചോദിച്ചാൽ നായാട്ടിനെ എന്ന് പറയുമായിരിക്കും. അതാണ് മൃഗയാ വ്യാജേന എന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ ജീവനും കൊണ്ട് അദ്ദേഹം പായുകയാണ് ചെയ്തത്. അതുകൊണ്ട് മൃഗയാ വ്യാജേന എന്ന് പറഞ്ഞു. സതത്രാശ്രമമദ്രാക്ഷീത ദ്വിജവര്യസ്യ മേധസഃ പ്രശാന്തശ്വാപദാകീർണം മുനിശിഷ്യോപശോഭിതം. സതത്ര അദ്രാക്ഷീത ദ്വിജവര്യസ്യ മേധസഃ, അദ്ദേഹം അവിടെ ഒരു ആശ്രമം അദ്രാക്ഷീത. അദ്രാക്ഷീത എന്ന് പറഞ്ഞാല് കണ്ടു എന്നാണ്, ദർശിച്ചു. എന്ത് കണ്ടു? ദ്വിജവര്യസ്യ മേധസഃ ആശ്രമം. ദ്വിജവര്യനായ ബ്രാഹ്മണ ശ്രേഷ്ഠനായ മേധസ് എന്ന ഋഷിയുടെ ആശ്രമം കണ്ടു. അത് പ്രശാന്ത സ്വാപദാകീർണം. ആ പ്രശാന്തവും കാട്ടുമൃഗങ്ങളുടെ സ്ഥാനങ്ങളൊക്കെ പ്രശാന്തമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം മിത്രഭാവത്തോടു കൂടി കഴിയുന്നതായിട്ടുള്ള മൃഗങ്ങളാണ്. ഒന്നും ക്രൂരമൃഗങ്ങളില്ല എന്നർത്ഥം. അതുപോലെ മുനിശിഷ്യ ഉപശോഭിത, ആ മുനിക്ക്, ആ എന്താ പറയുക, സുമേധസ് എന്നതായിട്ടുള്ള ഋഷിക്ക്, മേധസഹ എന്ന് പറഞ്ഞത് സുമേധസ് എന്ന ഋഷിയാണ്. അദ്ദേഹത്തിന് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു. ആ ശിഷ്യരാൽ സേവിക്കപ്പെടുന്നതായിട്ടുള്ള ആശ്രമം അദ്ദേഹം എത്തിച്ചേർന്നു. പ്രശാന്ത സ്വാപദാകീർണം മുനിശിഷ്യോപശോഭിതം എന്നുള്ളത് ആശ്രമത്തിന്റെ വിശേഷണങ്ങൾ. തത്ര ആശ്രമമദ്രാക്ഷീത ദ്വിജവര്യസ്യ മേധസഃ പ്രശാന്ത സ്വാപദാകീർണം മുനിശിഷ്യോപശോഭിതം. തസ്തൗ കഞ്ചിത് സകാലം ച മുനിനാ തേന സത്കൃതഃ ഇതശ്ചേതശ്ച വിചരൻ തസ്മിൻ മുനിവരാശ്രമേ. തസ്തൗ, തസ്തൗ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്തു എന്ന് വെച്ചാൽ കുറച്ചു കാലം താമസിച്ചു. കഞ്ചിത് സകാലം, സഹ എന്ന് പറയുന്നത് അവനെ, അവൻ, ആ രാജാവ്. കഞ്ചിത് കാലം തസ്തൗ കുറച്ചു കാലം അവിടെ സ്ഥിതി ചെയ്തു, താമസിച്ചു. മുനിനാ തേന സത്കൃതഃ, ആ മുനിയാൽ സൽക്കരിക്കപ്പെട്ടവനായിട്ട്. തേന മുനിന സത്കൃതഃ, ആ മുനിയാൽ സൽക്കരിക്കപ്പെട്ടവനായിട്ട് അവിടെ കുറച്ചു കാലം കഴിഞ്ഞു. ഇതശ്ച ഇതശ്ച വിചരൻ, ആ ഇതശ്ച ഇതഹ എന്ന് പറഞ്ഞാൽ ഇവിടെ, ഇതഹ ഇവിടെ, ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ തന്നെയാണ്. അവിടെ അവിടെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് വിചരന്. ഇതശ്ചേതശ്ച വിചരന്, അവിടെയും ഇവിടെയൊക്കെ തെക്കും വടക്കും അലഞ്ഞു തിരിഞ്ഞുകൊണ്ട്. കാരണം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല, നിരാശയുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖമുണ്ട്. ആകെ പരവശനായിട്ട് ഭ്രാന്ത് പിടിച്ചവനെ പോലെ അവിടെ ആ മുനിയുടെ ആശ്രമത്തിലും ഇരിപ്പുറപ്പിക്കില്ല, മുനിയോട് എന്തെങ്കിലും ചോദിക്കില്ല, ആധ്യാത്മ വിഷയങ്ങളിലൊന്നും താല്പര്യമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു. ഇതശ്ചേതശ്ച വിചരൻ തസ്മിൻ മുനിവരാശ്രമേ, ആ മുനിവരന്റെ ആശ്രമത്തിൽ അലഞ്ഞു തിരിഞ്ഞ് കഴിച്ചുകൂട്ടി. ഏതെങ്കിലും ഒരു കാര്യത്തില് ശ്രദ്ധയൊന്നുമില്ല എന്ന് പറയാ അല്ലേ. പല ആശ്രമങ്ങളിലും അങ്ങനെയുള്ള ആൾക്കാർ വന്നു ചേരും. നമ്മുടെ ആശ്രമത്തിലൊക്കെ ഇടയ്ക്കൊക്കെ പലരും വന്ന് താമസിക്കാറുണ്ട്. വന്നിട്ട് സ്വാമിയുടെ കൂടെ താമസിക്കും. പക്ഷേ സ്വാമി ക്ലാസ് എടുക്കുമ്പോൾ കേൾക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല. അവരിങ്ങനെ അലഞ്ഞു തിരിയുക അവിടെയൊക്കെ.
ആശ്രമങ്ങളിൽ വന്നാൽ എന്തിലാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത്? എവിടെയും കിട്ടാത്ത കാര്യം ഇവിടെ കിട്ടും. ഏത് കാര്യം? വിദ്യ. ബാക്കിയെല്ലാം എവിടെയും കിട്ടും. ഈ ആത്മജ്ഞാനം, അതിനുള്ളതായിട്ടുള്ള വിദ്യ, അതിവിടെ മാത്രമേ കിട്ടുള്ളൂ. റയറായിട്ടുള്ളതാണ്, ദുർലഭമാണ്, കിട്ടുന്നത് ഭാഗ്യമാണ് എന്ന് കരുതി അത് കേൾക്കാൻ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. വന്നതെന്താ? വേറെ എവിടെയും നിൽക്കക്കള്ളിയില്ലാതെ ഓടി വന്നവരായിരിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞുകൂടി പോകണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ക്ലാസ് കേൾക്കാനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല, അല്ലേ? മനസ്സ് നിൽക്കില്ല അതിലൊന്നും. അത് പാകം വരണം എന്ന് പറയാം മനസ്സ് നിൽക്കണമെങ്കിൽ. അപ്പം അതുപോലെ രാജാവ് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഗുരുവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ സുമേധസ്സിൻ്റെ അടുത്ത് സറണ്ടർ ചെയ്യാനൊന്നും അപ്പോൾ മനസ്സുണ്ടായിരുന്നില്ല. അലഞ്ഞു തിരിഞ്ഞു കുറെ കാലം. അതാണ് കുറച്ചു കാലം കഴിച്ചു കൂട്ടി എന്ന്. സോചിന്തയത്തദാ തത്ര മമത്വാകൃഷ്ടഛേദനഃ മത്പൂർവൈഃ പാലിതം പൂർവം മയാഹീനം പുരം ഹി തത് മദ്ഭൃത്യൈസ്തൈരസദ്വൃത്തൈഃ ധർമ്മദഃ പാല്യതേ നവാ. സഹ അചിന്തയത് തഥാ. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു. അചിന്തയത് എന്നുള്ളത് ചിന്ത ചെയ്തു എന്നുള്ള സംസ്കൃത ഭാഷയിൽ പാസ്റ്റ് ടെൻസ് പറയുമ്പോൾ ആ എന്ന ഒരു പ്രിഫിക്സ് മുമ്പിൽ വരും. കേട്ടുകഴിഞ്ഞാൽ നെഗറ്റീവാണോ എന്ന് തോന്നും, ചിന്തിച്ചില്ല എന്നാണോ എന്ന് തോന്നും മലയാളികൾക്ക്. അങ്ങനെ തോന്നണ്ട. പാസ്റ്റ് ടെൻസിന്റെ പ്രിഫിക്സ് ആണ് ആ എന്നുള്ളത്. അചിന്തയത് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു എന്ന് പാസ്റ്റ് ടെൻസ് പറയുകയാണ്. അപ്പം അതുപോലെയുള്ള പ്രയോഗങ്ങൾ ധാരാളം കേൾക്കും. ക്രിയാപദമാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ അകാരം വന്നിട്ടുണ്ടെങ്കിൽ അത് പാസ്റ്റ് ടെൻസിന്റെ രൂപമാണെന്ന് സാമാന്യം ധരിച്ചോളൂ. എല്ലായിടത്തും അല്ല കേട്ടോ, ചിലയിടത്ത്, ഭൂരിഭാഗവും. അപ്പം അദ്ദേഹം ചിന്തിച്ചു. തഥാ അപ്പോൾ തത്ര അവിടെ വെച്ച്. എന്താ? മമത്വാകൃഷ്ട ചേതന. അദ്ദേഹത്തിൻ്റെ ചേതന എന്ന് പറഞ്ഞാൽ ബുദ്ധി തന്നെ. അദ്ദേഹത്തിൻ്റെ മനസ്സ് മമത്വം കൊണ്ട് ആകൃഷ്ടം, മമത കൊണ്ട് പിടിച്ചു വലിക്കപ്പെട്ടവനായിട്ട് അദ്ദേഹം ചിന്തിച്ചു. മമത വിട്ടുപോകുന്നില്ല, ആ മമതയോടുകൂടെ ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? മത് പൂർവൈഹി പാലിതം പൂർവം മയാഹീനം പുരം ഹി തത്. പൂർവം മത് പൂർവൈഹി പാലിതം. മുമ്പ് എൻ്റെ പൂർവീകരാൽ നന്നായി രക്ഷിക്കപ്പെട്ടതും പിന്നീട് എന്നാൽ രക്ഷിക്കപ്പെട്ടതുമായിട്ടുള്ള ആ പുരം ഇപ്പോൾ മയാഹീനം പുരം. ഇപ്പൊ ഞാനില്ലാതെയായി, നാഥനില്ലാത്ത കളരിയായി മാറി അവിടെ. അപ്പൊ അങ്ങനെയുള്ള തത് ആ രാജ്യം, എൻ്റെ പുരം, മൽഭൃത്യൈഹി തൈഹി അസദ്വൃത്തൈഹി ധർമ്മദഃ പാല്യതേ നവാ. എൻ്റെ ഭൃത്യന്മാര്, മുമ്പ് എൻ്റെ ഭൃത്യന്മാരായിരുന്ന ആ അസദ്വൃത്തന്മാരെന്ന് പറഞ്ഞാൽ സദ്വൃത്തന്മാരല്ല, വഴിതെറ്റിയവര്, ചതിച്ചവര്, വഞ്ചകന്മാരായിട്ടുള്ള ആ കള്ളന്മാരായിട്ടുള്ള എൻ്റെ ഭൃത്യന്മാരാൽ ധർമ്മദഃ പാല്യതേ. ധാർമ്മികമായി പരിപാലിക്കപ്പെടുന്നുണ്ടോ? പ്രജകൾക്കൊക്കെ ക്ഷേമം തന്നെയാണോ? നവാ, അതോ അല്ലയോ? അപ്പോൾ നവാ എന്നുള്ളത് വികല്പം അദ്ദേഹം ചിന്തിക്കുകയാണ്. എങ്ങനെ രക്ഷിക്കണോ? ധാർമ്മികമായി രക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം സ്വയം ചിന്തിക്കണേ. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഇനി അതിൽ ഉടമസ്ഥാവകാശമൊന്നും ഇല്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ മമത പോണില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിന്തിക്കണു. അപ്പോൾ ന ജാനേ സപ്രധാനോ മേ ശൂരഹസ്തി സദാമദഃ മമ വൈരിവശം ജാതഃ കാൻ ഭോഗാൻ ഉപലപ്സ്യതേ. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഒരു ആനയുണ്ടായിരുന്നു, നല്ല ആന. അതാണ് ശൂരഹസ്തി എന്ന് പറഞ്ഞത്. ആ ശൂരനായ ഹസ്തി, നല്ല ശക്തനായിട്ടുള്ള ഹസ്തി ആന, അത് എൻ്റെ പ്രധാനനാണ്. അതിനെക്കുറിച്ച് ഞാൻ അറിയുന്നില്ലല്ലോ. ന ജാനേ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ആ എൻ്റെ പ്രധാനനായിട്ടുള്ള ശൂരഹസ്തി സദാ മദഃ, എപ്പോഴും ആനന്ദത്തോടെ മതിച്ച് സ്വതന്ത്രനായി ഇരുന്നവനാണ്. അവനിപ്പോ മമ വൈരിവശം യാതഃ, എൻ്റെ ശത്രുക്കളുടെ പക്ഷത്തേക്ക്, അവരുടെ കയ്യിൽ പെട്ടുപോയിരിക്കണു. കാൻ ഭോഗാൻ ഉപലപ്സ്യത, അവന് എന്ത് ഭോഗങ്ങൾ കിട്ടുന്നുണ്ടാവോ ആവോ. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ആന ഇപ്പൊ പട്ടിണിയാണോ ആവോ. അവന് ഞാൻ എന്തൊക്കെ കൊടുത്ത് പോഷിപ്പിച്ച് വളർത്തിയതാണ്, അവനെ ഇത്രയും കേമനാക്കിയതാണ്.
ഇപ്പൊ അവൻ പട്ടിണി കിടന്ന് വല്ല കോലം മാറിയിട്ടുണ്ടാവും എന്നിങ്ങനെ സ്വയം ചിന്തിക്കാണ്. കാൻ ഭോഗാൻ ഉപലപ്സ്യത. അപ്പൊ തൻ്റെ ആനയെക്കുറിച്ച് പോലും അദ്ദേഹത്തിന് മമത. എല്ലാം നഷ്ടപ്പെട്ടു, എന്നാലും മനസ്സൊന്നു പോകുന്നില്ല. യേ മമാനുഗതാ നിത്യം പ്രസാദധനഭോജനൈഃ അനുവൃത്തിം ധ്രുവം തേദ്യ കുറുവന്ത്യന്യമഹീഭൃതാം. എന്നെ അനുഗമിച്ചിരുന്ന മമ അനുഗതാ യേ, എന്നെ അനുഗമിച്ചിരുന്ന ഏതൊരാളുകളുണ്ടോ നിത്യവും എന്നെ പ്രസാദ ധനഭോജനൈഹി, എന്നെ പ്രസാദിപ്പിക്കുകയും എനിക്ക് ധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തരികയും ഭോജനങ്ങൾ സൽക്കാരങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നവർ, ഞാൻ അങ്ങോട്ടും ഇതൊക്കെ കൊടുത്തിരുന്നവർ, അവരുടെ നേരെ ഞാൻ പ്രസാദിച്ചു, അവർക്ക് ധനവും ഭോജനവും പലർക്കും ഞാൻ കൊടുത്തു. അങ്ങനെ എൻ്റെ അനുയായികളായിരുന്ന ആളുകൾ ഇപ്പതാ ധ്രുവം തേ അദ്യ അന്യമഹീഭൃതാം അനുവൃത്തിം കുറുവന്തി. ആ ശത്രുക്കളായ കോലാവിധ്വംസികളാകുന്ന രാജാക്കന്മാരുടെ അനുവൃത്തിയെ അനുസരണത്തെ ചെയ്യുകയായിരിക്കും പാവങ്ങൾ. എനിക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു അവരൊക്കെ ഇപ്പോൾ അവരെ സേവിക്കുകയാണ്, ശത്രുക്കളെ സേവിക്കുകയാണല്ലോ. അസമ്യക് വ്യയശീലൈസ്തൈഃ കുർവദ്ഭിഃ സതതം വ്യയം സഞ്ചിതസ്സോതി ദുഃഖേന ക്ഷയം കോശോ ഗമിഷ്യതി. അദ്ദേഹത്തിന്റെ ചിന്ത തുടരുകയാണ്. അസമ്യക് വ്യയശീലൈസ്തൈഃ, അസമ്യക് വ്യയശീലൈഃ തൈഹി അവരെങ്ങനെയുള്ളവരാണ്? അസമ്യക് വ്യയശീലന്മാരാണ്, സമ്യക് വ്യയശീലന്മാരല്ല. എന്ന് പറഞ്ഞാലോ, വേണ്ടതിന് ചെലവഴിക്കുക, മര്യാദയ്ക്ക് ചെലവഴിക്കുക, ധൂർത്തില്ലാതിരിക്കുക, അല്ലേ? ആ ധൂർത്തടിക്കാതെ മര്യാദയ്ക്ക് ആവശ്യത്തിന് മാത്രം ചെലവഴിക്കുന്നവരാകണം നല്ല ഭരണാധികാരികൾ. നമ്മുടെ കേരളത്തിലെ പോലെ ആവരുത്. എല്ലാ തോന്നിയവാസങ്ങളും ധൂർത്തുകളും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, കാലിയാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഖജനാവിൽ ഒന്നുമില്ല, നക്കാപ്പിച്ചില്ല. ഇപ്പോൾ എല്ലാം കടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് വണ്ടി. അസമ്യക് വ്യയശീലൈസ്തൈഹി, സമ്യക്കല്ലാത്ത മര്യാദഘട്ട വ്യയശീലങ്ങളോടുകൂടിയതായിട്ടുള്ള അവരാൽ സതതം വ്യയം കുർവദ്ഭിഹി, എപ്പോഴും വ്യയം ചെയ്തുകൊണ്ടിരിക്കുന്ന, ധൂർത്തടിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുഷ്ടന്മാരെ കൊണ്ട് സഞ്ചിത സോതി ദുഃഖേന ക്ഷയം കോശോ ഗമിഷ്യതി. സഹ കോശഃ അതിദുഃഖേന സഞ്ചിത. ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചതാണ് ആ കോശം. കോശം എന്നാൽ എന്താ? ട്രഷറി. അപ്പൊ ധനം ഖജനാവിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഓരോ നുള്ളി പെറുക്കി സംഭരിച്ചു വെച്ചതാണ്. എങ്ങനെയൊക്കെ ഞാൻ ചുരുങ്ങിയ ടാക്സേ ആളുകളിൽ നിന്ന് പിരിക്കുള്ളൂ. അങ്ങനെ നക്കാപ്പിച്ച ടാക്സ് കിട്ടിയതൊന്നും അനാവശ്യമായി ചെലവഴിക്കാതെ ഏതെങ്കിലും ഒരു ദുരിതമുണ്ടാകുന്ന കാലത്ത് റിസർവ് ആയിട്ടും പല രീതിയിൽ ഞാൻ കരുതി വെച്ചതായിരുന്നു. ആ കരുതൽ ധനങ്ങളൊക്കെ അതിദുഃഖേന സഞ്ചിത സഹ കോശ ക്ഷയം ഗമിഷ്യതി, അത് ക്ഷയം പ്രാപിക്കുമല്ലോ, ഇവരുടെ ധൂർത്ത് കൊണ്ടൊക്കെ കാലിയാവുമല്ലോ എന്നാണ് ഇദ്ദേഹത്തിന്റെ ചിന്ത. അപ്പോൾ ട്രഷറിയെ കുറിച്ചും ചിന്ത. ഏതച്ഛാന്യച്ഛ സതതം ചിന്തയാമാസ പാർത്ഥിവഃ തത്ര വിപ്രാശ്രമാഭ്യാസേ വൈശ്യമേകം ദദർശസഃ. ഏതത് ച അന്യത് ച സതതം ചിന്തയാമാസ പാർത്ഥിവഃ. ആ പാർത്ഥിവൻ രാജാവ് ഏതത് ച ഇപ്രകാരം ഇതും, അന്യത് ച വേറെ പലതും, ഇവിടെ പറയാത്ത പലതും, സതതം ചിന്തയാമാസ നിരന്തരം ചിന്താകുലനായി തീർന്നു അദ്ദേഹം. രാജാവല്ലേ, രജോ ഗുണം നല്ലോണം ഉണ്ടാവില്ലേ? രജോ ഗുണം എന്ന് പറഞ്ഞാൽ തന്നെ മമത പ്രധാനമായിരിക്കും, രഞ്ജന കൂടുതലായിരിക്കും രജോ ഗുണത്തിന്. അപ്പൊ തൻ്റെ നഷ്ടപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അങ്ങനെ അതിനെക്കുറിച്ച് തന്നെ നിരന്തരം ചിന്തിച്ചു. അങ്ങനെ ഇരിക്കെ തത്ര അവിടെ വിപ്രാശ്രമ അഭ്യാസേ, ആ സുമേധസ് എന്ന വിപ്രന്റെ ആശ്രമത്തിന്റെ അഭ്യാസേ സമീപദേശത്ത് വൈശ്യം ഏകം ദദർശ. സഹ ഏകം വൈശ്യം ദദർശ. അദ്ദേഹം ഒരു വൈശ്യനെ ദർശിച്ചു. യാദൃച്ഛികമായി അവിടെ ഒരു വൈശ്യൻ വന്നു ചേർന്നു. അദ്ദേഹത്തെ വൈശ്യനാണെന്നൊന്നും അറിഞ്ഞിട്ടില്ല, പക്ഷെ നമ്മളോട് പറയണ ഋഷി
ഒരു വൈശ്യനെ അദ്ദേഹം കണ്ടുമുട്ടി. സപൃഷ്ടസ്തേന കസ്ത്വം ഭോഃ ഹേതുശ്ചാഗമനേത്രകഃ സശോക ഇവ കസ്മാത്വം ദുർമനാ ഇവ ലക്ഷ്യസേ. ആ വൈശ്യൻ സഹ പൃഷ്ടഃ തേന, തേന എന്ന് പറഞ്ഞാൽ തേന രാജാവിനാൽ, ആ രാജാവിനാൽ ആ വൈശ്യൻ പൃഷ്ടഃ എന്ന് പറഞ്ഞാൽ പ്രശ്നം ചെയ്യപ്പെട്ടു, ചോദ്യം ചെയ്യപ്പെട്ടു. രാജാവിനാൽ വൈശ്യൻ ചോദ്യം ചെയ്യപ്പെട്ടു. എന്താ ചോദിച്ചത്? കസ്ത്വം ഭോഃ, ഭോ ത്വം കഹ, അല്ലയോ അങ്ങ് ആരാ? കസ്ത്വം അങ്ങ് ആരാണ്? ഹേതുശ്ച ആഗമനേ അത്ര കഹ, അത്ര ആഗമനേ ഹേതുഹു കഹ, ഈ വനത്തിലേക്ക് അങ്ങ് വരാനുണ്ടായ കാരണം എന്താണ് എന്നും ആ വൈശ്യനോട് ചോദിച്ചു. മാത്രമല്ല സശോക ഇവ കസ്മാത്വം ദുർമന ഇവ ലക്ഷ്യസേ, മറ്റൊരു ചോദ്യം കൂടെ. സശോക ഇവ, അങ്ങക്ക് ശോകമുള്ളതുപോലെ ഉണ്ടല്ലോ കാണുമ്പോൾ. കസ്മാത് എന്തുകൊണ്ടാണ് ത്വം ദുർമന ഇവ ലക്ഷ്യസേ, മനസ്സില്ലാത്തവനായിട്ട് കാണപ്പെടുന്നത്? ദുഷിച്ച മനസ്സോടുകൂടി എന്ന് വെച്ചാൽ ദുഃഖത്തോടുകൂടിയ വിങ്ങിയ മനസ്സോടുകൂടി, ഇടറുന്ന മനസ്സോടുകൂടി അങ്ങേ കാണപ്പെടുന്നത് പോലെ തോന്നുന്നു. എന്താ അങ്ങയുടെ ദുഃഖ കാരണം എന്ന് ഈ രാജാവ് വൈശ്യനോട് ചോദിച്ചു. ഇത്യാഗണ്യവചസ്തസ്യ ഭൂപതേഃ പ്രണയോദിതം പ്രത്യുവാച സതം വൈശ്യഃ പ്രസ്രയാവനതോ നൃപം. ഇത്യാകർണ്യ വചഃ തസ്യ, തസ്യ വചഃ ആ രാജാവിൻ്റെ വാക്കുകള്, ഇതി ആകർണ്യ ഇങ്ങനെ കേട്ടിട്ട്. ആരാ കേട്ടത്? വൈശ്യനാണ്. എങ്ങനെയുള്ളത്? ആരുടെ വാക്ക്? ഭൂപതേഹേ, തസ്യ ഭൂപതേഹേ എന്നർത്ഥം. ആ ഭൂപതിയുടെ എങ്ങനെയുള്ള വാക്ക്? പ്രണയോദിതം, പ്രണയപൂർവം ഉദിതം. ഉദിതം എന്ന് പറഞ്ഞാൽ വദിതം തന്നെ, പറയപ്പെട്ടത്. അപ്പൊ വളരെ സ്നേഹപൂർവമാണ് ഇദ്ദേഹം സംസാരിച്ചത്, മൃദുവായിട്ടാണ് സംസാരിച്ചത്. അല്ല, അങ്ങേ കണ്ടിട്ട് വല്ലാത്ത ദുഃഖമുള്ളത് പോലെ ഉണ്ടല്ലോ, എന്താ കാര്യം? അങ്ങ് ഇവിടെ വരാനുള്ള കാരണം എന്താണ്? അങ്ങ് ആരാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു പ്രണയഭാവം ഇദ്ദേഹത്തിൽ രാജാവിലുണ്ടായിരുന്നു എന്നാണ്. അതുപോലെ പ്രണയോദിതം, പ്രേമപൂർവം പറയപ്പെട്ടത് കേട്ടിട്ട് സഹ വൈശ്യഃ തം പ്രത്യുവാച, പ്രത്യുവാച സതം വൈശ്യഃ. അപ്പൊ ആ വൈശ്യൻ തം പ്രത്യുവാച, ആ രാജാവിനോട് പ്രതിവചനം ചെയ്തു, മറുപടി പറഞ്ഞു. എങ്ങനെ? പ്രസ്രയാവനതോ നൃപം, പ്രസ്രയാവനതനായിട്ട് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ രാജാവിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ഇദ്ദേഹത്തിൽ. അപ്പോൾ താനൊരു വൈശ്യനുമാണ്, അപ്പോൾ തന്നേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രസ്രയഭാവം എന്ന് പറഞ്ഞാൽ വിനയം, അവനതൻ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന ഭാവത്തിൽ വിനയാന്വിതനായിട്ട് തല കുനിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് വണങ്ങിക്കൊണ്ട് എന്നൊക്കെ അർത്ഥം. ആ നൃപനോട് പ്രത്യുവാച, തം നൃപം പ്രത്യുവാച, ആ രാജാവിനോട് ഈ വൈശ്യൻ ഇങ്ങനെ പറഞ്ഞു. ആ വൈശ്യന്റെ വാക്കുകളാണ് തുടർന്ന് പറയുന്നത്. വൈശ്യ ഉവാച, വൈശ്യൻ പറഞ്ഞു. സമാധിർനാമ വൈശ്യോഹം ഉത്പന്നോ ധനിനാം കുലേ പുത്രധാരൈർനിരസ്തശ്ച ധനലോഭാദ് അസാധുഭിഹി. അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. സമാധിർ നാമ, സമാധി എന്നു പേരുള്ള വൈശ്യോഹം, അഹം വൈശ്യഃ, ഞാനൊരു വൈശ്യനാകുന്നു. സമാധി എന്ന പേരുള്ളൊരു വൈശ്യനാകുന്നു ഞാൻ. ഉത്പന്നോ ധനിനാം കുലേ, ധനിനാം കുലേ ഉത്പന്നഃ, ഞാൻ ധനികളുടെ ധനവാന്മാരുടെ കുടുംബത്തിൽ ജനിച്ചവനാണ്. പൂർവീകമായിട്ട് നല്ല സമ്പത്തുള്ളതായിട്ടുള്ള കുടുംബമാണ് എൻ്റെ കുടുംബം. പുത്രധാരൈഹി നിരസ്തശ്ച, പുത്രന്മാരാലും ദാരങ്ങളാലും ഞാൻ നിരസിക്കപ്പെട്ടവനായി ഇപ്പോൾ. പുത്രധാരൈഹി എന്നുള്ളത് ബഹുവചനത്തിൽ അവരാൽ എന്നർത്ഥത്തിലാണ്. അപ്പോൾ പുത്രന്മാരാലും സന്തതികളാലും, ധാരൈഹി എന്ന് പറഞ്ഞാൽ ഭാര്യയാലും എന്നർത്ഥം. ദാരങ്ങൾ എന്ന ബഹുവചനമായിട്ടാണ്. ഒരു ഭാര്യയെ ഉള്ളുവെങ്കിലും ധാരശബ്ദം സ്ത്രീലിംഗ ശബ്ദം അല്ല, എന്താ പറയുക, സംസ്കൃത ഭാഷയിൽ നിത്യ ബഹുവചനമാണ്. ദാരങ്ങൾ എന്നർത്ഥത്തിലാണ് പ്രയോഗിക്കുക.
ഇപ്പൊ ധാരൈഹി എന്ന് പറഞ്ഞു, ധാരങ്ങളാലും ഭാര്യയാലും, ഭാര്യമാരുണ്ടെങ്കിൽ ഭാര്യമാരാലും നിരസിക്കപ്പെട്ടു, ഉപേക്ഷിക്കപ്പെട്ടു. എന്തുകൊണ്ട്? ധനലോഭാത് അസാധുഭിഹി. അവർ അസാധുക്കളാണ്, മര്യാദ കെട്ടവരാണ്, സാധുക്കളല്ല, സജ്ജനങ്ങളല്ല. അവർക്ക് എന്തേ ഉള്ളൂ? ധനലോഭം മാത്രമേ ഉള്ളൂ. എൻ്റെ കാശൊക്കെ അടിച്ചു മാറ്റിയിട്ട് എന്നെ അവർ തെരുവിലേക്ക് ഉപേക്ഷിച്ചു, തള്ളിവിട്ടു. ഒരു സാമർത്ഥ്യക്കാരായി അമ്മയും മക്കളും കൂടി അച്ഛനെ പുറന്തള്ളി എന്നർത്ഥം. ഇന്ന് ധാരാളം നടക്കുന്ന കാര്യങ്ങളാണ്, അന്ന് റയറാണ് ഇതൊക്കെ. പുത്രധാരൈർ നിരസ്തശ്ച ധനലോഭാത് അസാധുഭിഹി. അസാധുഭിഹി പുത്രധാരൈഹി അഹം ധനലോഭാത് നിരസ്തഃ ച. ധനലോഭം കൊണ്ട് അവരാൽ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടു. എൻ്റെ കയ്യിലുള്ള ധനമൊക്കെ അവർ പിടിച്ചെടുത്ത് എന്നെ മാത്രം കറിവേപ്പില പോലെ ഉപേക്ഷിച്ചു. വിഹീന സ്വജനൈർധാരൈഹി പുത്രൈരാദായ മേ ധനം വനമഭ്യാഗതോ ദുഃഖീ നിരസ്തശ്ചാപ്തബന്ധുഭിഹി. അപ്പൊ അഹം സ്വജനൈഹി ധാരൈഹി വിഹീനഃ. എൻ്റെ സ്വജനങ്ങളാലും ഭാര്യയാലും വിഹീനനാക്കപ്പെട്ടു, ഉപേക്ഷിതനായി, ആരുമില്ലാത്തവനായി, അനാഥനായി ഞാൻ. ആ പുത്രന്മാരാൽ മേ ധനം ആദായ. പുത്രന്മാർ എൻ്റെ ധനത്തെ പിടിച്ചെടുത്ത് ആരുമില്ലാത്തവനാക്കി എന്നെ പുറന്തള്ളി ഉപേക്ഷിച്ചു. നിരസ്തശ്ച ആപ്തബന്ധുഭിഹി. എൻ്റെ ആപ്തന്മാരെന്ന് പറഞ്ഞാൽ മിത്രങ്ങൾ, ബന്ധുക്കൾ. അപ്പൊ മിത്രങ്ങളാലും ബന്ധുക്കളാലും എല്ലാം നിരസിക്കപ്പെട്ടവനായി. കാരണം കാശില്ലാതായ പിന്നെ ആർക്കും വേണ്ട. മുമ്പുണ്ടായിരുന്ന ബന്ധുക്കളൊക്കെ എന്നെ അറിയില്ല എന്നുള്ള മട്ടിലായി, ആർക്കും എന്നെ വേണ്ടാതായി. അങ്ങനെ ബന്ധുക്കളാലും ഉപേക്ഷിക്കപ്പെട്ടവനായിട്ട് ദുഃഖി അഹം വനം അഭ്യാഗതഃ. ഈ ദുഃഖിതനായ ഞാൻ ഇപ്പൊ വനത്തിലേക്ക് വന്നിരിക്കുകയാണ്. വനം അഭ്യാഗതോ ദുഃഖി. വനത്തിനെ നോക്കി വന്നു, വേറെ ഒരു ശരണവുമില്ലാതെ ദുഃഖിതനായിട്ട്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടിട്ട്. സോഹം നവേദ്മി പുത്രാണാം കുശലാകുശലാത്മികാം പ്രവൃത്തിം സ്വജനാനാം ച ധാരാണാം ഛാത്ര സംസ്ഥിതഃ. സഹ അഹം പുത്രാണാം കുശലാകുശലാത്മികാം പ്രവൃത്തിം ന വേദ്മി. ഞാൻ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഞാൻ എൻ്റെ പുത്രന്മാരുടെ അകുശലാത്മികാം, നല്ലതും ചീത്തയുമായിട്ടുള്ള പ്രവൃത്തികളൊന്നും ഇപ്പൊ അവരെന്താ ചെയ്യണത് എന്നൊന്നും അറിയില്ല. ന വേദ്മി. സ്വജനാനാം ച ധാരാണാം പ്രവൃത്തിം ന വേദ്മി. എൻ്റെ ബന്ധുക്കളുടെയും എൻ്റെ ഭാര്യയുടെയും പ്രവൃത്തിയും ഞാൻ അറിയാതെയാണ് ഇപ്പോ അത്ര സംസ്ഥിതഃ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. അവരെന്തൊക്കെയാ കാട്ടിക്കൂട്ടണമെന്ന് എനിക്കറിയില്ലേ. അവരെന്ത് തോന്നിയ വാസമാ അധാർമികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്? അത് അവർക്ക് തന്നെ നാശകാരണമാവില്ലേ? അകുശലമല്ലേ അവർ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ സ്വയം പുലമ്പിക്കൊണ്ട് എനിക്കറിയില്ല, ഞാനിപ്പോൾ ഇവിടെ വന്നു ചേർന്നു, എങ്ങനെയാ വന്നു ചേർന്നതെന്നറിയില്ല, ആർക്കും വേണ്ടാതായപ്പോൾ ഞാനിവിടെ എത്തി. കിം नु തേഷാം ഗൃഹേ ക്ഷേമം അക്ഷേമം കിം नु സാമ്പ്രതം കഥം തേ കിം नु സദ്വൃത്താഃ ദുർവൃത്താ കിം नु മേ സുതാഃ. ഇനി ഇദ്ദേഹവും ചിന്തിക്കണു മറ്റേ രാജാവിനെ പോലെ. തേഷാം ഗൃഹേ ക്ഷേമം കിം नु. അവർക്കൊക്കെ വീട്ടിൽ സുഖം തന്നെയാണ്. ആവോ കിം नु ആവോ. അക്ഷേമം കിം नु സാമ്പ്രതം. സാമ്പ്രതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, സമ്പ്രതി. ഇപ്പോൾ അവർക്ക് അക്ഷേമം കിം नु, അവർക്ക് അക്ഷേമമാണോ, അഥവാ ക്ഷേമം നഷ്ടപ്പെട്ടുവോ, അവരുടെ സ്വസ്ഥതയൊക്കെ പോയി, അവർ സുഖമായിരിക്കണോ, എന്നെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നുവോ, എന്ത് ചെയ്യണ്ടാവോ, അവര് കഷ്ടപ്പെടുന്നുവോ സുഖമായിരിക്കുന്നുവോ? കഥം തേ കിം नु സദ്വൃത്താഃ ദുർവൃത്താഃ കിം नु മേ സുതാഃ. എൻ്റെ പുത്രന്മാർ, എൻ്റെ സുതാഹ, അവരെ എങ്ങനെ വർത്തിക്കുന്നുണ്ടാവും? സദ്വൃത്താഹാനു കിം नु ദുർവൃത്താഹ. അവർ സദ്വൃത്തന്മാരായിട്ട് ജീവിക്കുന്നോ, സദാചാരമുള്ളവരായി ജീവിക്കുന്നുവോ, ദുരാചാരികളായി തീർന്നുവോ, ഒന്നും അറിയുന്നില്ല. എനിക്ക് അവരെക്കുറിച്ച് ഓർത്തിട്ടുള്ള വ്യാകുലതയാണ്, അവരെക്കുറിച്ച് എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല.
ഇങ്ങനെ അദ്ദേഹം സ്വയം പുലമ്പുകയാണ്. തന്നെ വേണ്ടാതെ ഉപേക്ഷിച്ചവരെ തനിക്ക് മനസ്സൊന്ന് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്നർത്ഥം. ഇതാണ് മായ, ഇതാണ് മമത. ഇതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞു: കിം नु തേഷാം ഗൃഹേ ക്ഷേമം അക്ഷേമം കിം नु സാമ്പ്രതം കഥം തേ കിം नु സദ്വൃത്താഃ ദുർവൃത്താ കിം नु മേ സുതാഃ. ഇത് കേട്ടിട്ട് രാജാവ് ഈ വൈശ്യനോട് ചോദിക്കുന്ന ചോദ്യം നോക്കൂ. രാജോവാച യൈർനിരസ്തോ ഭവാൻ ലുബ്ധൈഃ പുത്രധാരാദിഭിർധനൈഃ തേഷു കിം ഭവതഃ സ്നേഹം അനുബധ്നാതി മാനസം. അദ്ദേഹം ഒരു ബുദ്ധിപൂർവമുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. ഏതാണ്? യൈഹി നിരസ്തഃ ഭവാൻ ലുബ്ധൈഃ. യൈഹി ലുബ്ധൈഹി ഭവാൻ നിരസ്തഃ. ഏത് ലുബ്ധന്മാര്, ധനമോഹികള്, അത്യാഗ്രഹികള്, ഏത് അത്യാഗ്രഹികളാൽ അങ്ങ് നിരസിക്കപ്പെട്ടുവോ, ആരാണ് അവര്? പുത്രധാരാദിഭിഹി, ആ പുത്രന്മാരും ഭാര്യ മുതലായവരാലും, ധനൈഹി നിരസ്തഃ, എല്ലാ ധനങ്ങളിൽ നിന്നും അങ്ങ് നിരസ്തനാക്കപ്പെട്ടു, എല്ലാ ധനവും അവർ അടിച്ചു മാറ്റി അങ്ങേ ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള അവരുടെ നേർക്ക് തേഷു കിം ഭവതഃ സ്നേഹമനുബധ്നാതി മാനസം. എന്തത് അങ്ങയുടെ മാനസം? ഭവതഃ മാനസം തേഷു സ്നേഹമനുബധ്നാതി. അവരുടെ നേർക്ക് അവരിൽ മനസ്സ് വീണ്ടും വീണ്ടും ഒട്ടുന്നതെന്താ? അവരുടെ പുറകെ ബന്ധിക്കപ്പെടുന്നത് എന്താ? അവർക്ക് അങ്ങയെ വേണ്ടാതെയല്ലേ അവർ അങ്ങയെ ഉപേക്ഷിച്ചത്? പിന്നെ എന്താ അവരെ തന്നെ ചിന്തിക്കുന്നത് എന്ന്. നമ്മളൊക്കെ ഇങ്ങനെ തന്നെയാ അല്ലേ? നമ്മൾ കഴുത്തറ്റം ചേറിലായിരിക്കും ഇറങ്ങി നിൽക്കുന്നുണ്ടാവുക. മറ്റുള്ളവരുടെ മേലെ അല്പം ചെറിയൊരു തുള്ളി ചേറ് തെറിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് നമ്മൾ സൂക്ഷ്മദർശിനി വെച്ച് നോക്കി കണ്ടുപിടിക്കും. എന്നിട്ട് അവരെ കുറ്റപ്പെടുത്തും. ഇവിടെ മൂപ്പരുടെ മമതയെക്കുറിച്ച് മൂപ്പർക്ക് ചിന്തയില്ല. താൻ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ താൻ എന്തിനാ തൻ്റെ രാജ്യത്തെക്കുറിച്ചും ആനയെക്കുറിച്ചും ട്രഷറിയെക്കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചത്? അതിനെ തന്നെത്താൻ ചോദ്യം ചെയ്തില്ല. മറ്റൊരാൾ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ നല്ല ബുദ്ധിയുണ്ട്. അപ്പം നമ്മൾക്കൊക്കെ ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്. പക്ഷെ നമ്മുടെ കാര്യം വരുമ്പോൾ അതൊക്കെ നഷ്ടപ്പെടും അല്ലേ? ഇത് തന്നെയാണ് മായ. അപ്പോൾ ഇങ്ങനെ അങ്ങേക്ക് വേണ്ടാത്തവരെ, അങ്ങയെ ഉപേക്ഷിച്ചവരെ അങ്ങെന്തിനാ വീണ്ടും ചിന്തിക്കണത്? അതൊക്കെ മനസ്സിന്ന് വിടുന്ന്. അപ്പം നല്ല ഉപദേശമൊക്കെ കൊടുക്കാൻ മിടുക്കന്മാരാണ് എന്നറിയാം. അപ്പം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ വൈശ്യൻ തിരിച്ച് പറയണു. വൈശ്യ ഉവാച ഏവമേതത് യഥാ പ്രാഹ ഭവാൻ അസ്മദ്ഗതം വചഃ കിം കരോമി ന ബധ്നാതി മമ നിഷ്ഠുരതാം മനഃ. അപ്പോൾ ഇപ്പൊ അങ്ങ് പറഞ്ഞില്ലേ, യഥാ പ്രാഹ ഏവം ഭവാൻ അസ്മദ്ഗതം വചഃ, എൻ്റെ നേർക്ക് നോക്കി ഈ വാക്കുകളെ പറഞ്ഞില്ലേ. കിം കരോമി, ഞാൻ എന്ത് ചെയ്യാനാണ്? മമ മനഃ നിഷ്ഠുരതാം ന ബധ്നാതി, എൻ്റെ മനസ്സ് നിഷ്ഠുരതയെ പ്രാപിക്കുന്നില്ല. എൻ്റെ മനസ്സിന് ആ ഒരു ക്രൂരത വരുന്നില്ല, ഒരു ദാർഢ്യം വരുന്നില്ല, കാഠിന്യം ഉണ്ടാവുന്നില്ല. മനസ്സിങ്ങനെ ഇളകിക്കൊണ്ട് ചഞ്ചലമായിക്കൊണ്ട് അവരെക്കുറിച്ച് തന്നെ മമതയോടെ ചിന്തിച്ചുകൊണ്ടിരിക്കണു. ഉറപ്പിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അവർ പോയാ പോട്ടെ, എന്നെ ഉപേക്ഷിച്ചവരെ എനിക്ക് യാതൊരു പരിഗണനയില്ല എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിനൊരു നിഷ്ഠുരത ബന്ധിക്കാൻ പറ്റുന്നില്ല. കിം കരോമി, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? യൈ സന്ധ്യജ പിതൃസ്നേഹം ധനലുബ്ധൈർ നിരാകൃതഃ പതിസ്വജനഹാർദം ച ഹാർദിതേഷ്വേവ മേ മനഃ. ഏതൊരു വലാൽ യൈഹി സന്ധ്യജ പിതൃസ്നേഹം, അവർക്ക് പിതൃസ്നേഹമൊന്നും ഉണ്ടായില്ല. പിതാവാണ്, സ്നേഹിക്കണം എന്നുള്ള ഭാവമൊന്നുമില്ലാതെ യൈഹി ഏത് പുത്രന്മാരാൽ പിതൃസ്നേഹം സന്ധ്യജ്യ, പിതൃസ്നേഹത്തെ ത്യജിച്ച് ധനലുബ്ധൈഹി ആ ധനമോഹികളായിട്ടുള്ള എൻ്റെ പുത്രന്മാരാൽ അഹം നിരാകൃത, അവരെന്നെ നിരാകരിച്ചു, നിരാകൃതനായി ഞാൻ. പതി സ്വജനഹാർദം ച ഹാർദിതേഷ്യേവ മേ മനഃ. അപ്പോൾ ആ സ്വജനങ്ങളാണ്, പതിയാണ് എന്നുള്ളതായിട്ടുള്ള ആ ഹൃദയത്തിലുള്ള ഭാവം പോലും ഇല്ലാതെ എൻ്റെ ഭാര്യയും ബന്ധുക്കളും എന്നെ ഉപേക്ഷിച്ചിട്ടും അവരുടെ നേർക്ക് തേഷുയേവ മേ മനഃ ഹാർദി, എൻ്റെ മനസ്സ് അവരിലേക്ക് തന്നെ വീണ്ടും വീണ്ടും ചെല്ലുന്നു.
അവരെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു. അപ്പം എൻ്റെ ഹൃദയം നിറച്ച് അവരുടെ ചിന്തയാണ്. കിമേ തന്നാഭിജാനാമി ജാനന്നഭിമഹാമതേ യത് പ്രേമ പ്രവണം ചിത്തം വിഗുണേഷ്വപി ബന്ധുഷു. കിമേതത് നാഭിജാനാമി, ഇതെന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. എന്ത് കാരണമാണ് ഇങ്ങനെ എൻ്റെ മമത വിട്ടുപോകാത്തതെന്ന്. ജാനന്നഭിമഹാമതേ, കാര്യമൊക്കെ അറിയാം. അവരെന്നെ ഉപേക്ഷിച്ചവരാണ്, എന്നെ ഉപദ്രവിച്ചവരാണ്, എൻ്റെ എല്ലാം തട്ടിയെടുത്തവരാണ്. അവരെ ഞാൻ ഇനി സ്നേഹിക്കേണ്ട കാര്യമില്ല. അവരുടെ തനിനിറം എനിക്ക് മനസ്സിലായി. ഇനി അവരെ ഞാൻ എന്ത് ചെയ്താലും, അവരെനിക്ക് എന്ത് പാൽപ്പായസം കൊണ്ടു തന്നാലും അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അവരെക്കുറിച്ച് എൻ്റെ മനസ്സിൽ നിന്ന് എഴുതിത്തള്ളാൻ എന്താ ഞാൻ ചെയ്യുക? ജാനന്നഭി, അറിഞ്ഞിട്ടും മഹാമതേ, ബുദ്ധിമാനായിട്ടുള്ള രാജാവേ, ഞാൻ എന്ത് ചെയ്യാനാണ്? ഇത് എനിക്ക് തിരിച്ചറിവുണ്ടാകുന്നില്ല. യത് പ്രേമപ്രവണം ചിത്തം വിഗുണേഷ്വപി ബന്ധുഷു, ഗുണങ്ങളില്ലാത്ത വിഗുണന്മാരായ ബന്ധുക്കളിലും യത് പ്രവണം ചിത്തം, എൻ്റെ ചിത്തം പ്രേമപ്രവണതയോടുകൂടിയിരിക്കണു. അവരുടെ അഭിമുഖമായിട്ട് തന്നെ, അവരോട് പ്രേമമുള്ളതായിട്ട് തന്നെ ഇപ്പോഴും എൻ്റെ ചിത്തം വർത്തിക്കുന്നു. അവർക്ക് വേണ്ടെങ്കിലും എനിക്ക് അവരെ വേണ്ടാതാവുന്നേയില്ല. എന്താ ചെയ്യുക? തേഷാം കൃതേ മേ നിശ്വാസോ ദൗർമനസ്യം ച ജായതേ കരോമി കിം യന്ന മനഃ തേഷപ്രീതിഷു നിഷ്ഠുരം. തേഷാം കൃതേ മേ നിശ്വാസഃ, അവരെ കരുതിയിട്ടാണ്. തേഷാം കൃതേ എന്നുള്ളത് അവർക്ക് വേണ്ടി. മേ നിശ്വാസഃ, എൻ്റെ ഈ നിശ്വാസമെല്ലാം അവരെ ചിന്തിച്ചിട്ടാണ്. അദ്ദേഹം ദീർഘമായി നിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിശ്വസിക്കുന്നുണ്ട്. ഈ നിശ്വാസം മുഴുവൻ അവരെ കരുതിയിട്ടാണ്, അവരെക്കുറിച്ച് ഓർത്തിട്ടാണ്. ദൗർമനസ്യം ച ജായത, എൻ്റെ മനസ്സ് ദുഷിച്ചു പോകുന്നു, ദുഃഖത്തോടു കൂടിയതായിത്തീരുന്നു, കലുഷിതമായിരിക്കുന്നു. എന്തു ചെയ്യാം? യത് എൻ്റെ മനഃ കരോമി കിം എന്ന മനഃ തേഷു അപ്രീതിഷു നിഷ്ഠുരം, ആ അപ്രീതികളായിരിക്കുന്ന അവരുടെ നേരെ മനസ്സ് നിഷ്ഠുരം ന കരോമി, എൻ്റെ മനസ്സ് നിഷ്ഠുരമായി തീരുന്നില്ല, അതിന് ക്രൗര്യം വരുന്നില്ല, കാഠിന്യം വരുന്നില്ല, അവരെ എൻ്റെ മനസ്സിൽ നിന്ന് എഴുതി തള്ളാൻ പറ്റുന്നില്ല. എപ്പോഴും ഈ മമത വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അവരെക്കുറിച്ച് ഓർത്താണ് ഞാൻ ഈ വിഷമിക്കുന്നത്. ഇങ്ങനെ ഈ വൈശ്യൻ വന്ന് പറഞ്ഞു. അപ്പോൾ എന്തുപോലെ ചണ്ടയോട് മദ്ദളം കുറ്റം, തൻ്റെ ആവലാതി പറയും പോലെയോ, മദ്ദളത്തോട് ചണ്ട പറയും പോലെയോ എന്നൊക്കെ പറയും പോലെ, ഉരല് ചെന്ന് മദ്ദളത്തോട് പറയും പോലെ എന്നൊക്കെ പറയും നമ്മൾ. അതുപോലെ ഉരലും മദ്ദളവും തമ്മിലുള്ളതായിട്ടുള്ള, അല്ലെ, ഉരലിന് ഒരു ഭാഗത്തെ ഇടിയുള്ളൂ, മദ്ദളത്തിന് രണ്ട് ഭാഗത്തും ഇടി എന്ന് പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവലാതി പറയണം. ഈ രണ്ടു പേരും കൂടി അവസാനം അവരുടെ ദുഃഖത്തിന് പരിഹാരമില്ലാതെ ആ സുമേധസ് എന്ന ഋഷിയുടെ അടുത്തേക്ക് പോയി അദ്ദേഹത്തോട് ചോദ്യം ചെയ്യുന്ന കഥ മാർക്കണ്ഡേയ മഹർഷി അടുത്തത് പറഞ്ഞു തുടർന്നു. അപ്പോൾ ഈ പദങ്ങളും ആ പദങ്ങളുടെ അർത്ഥങ്ങളും മനസ്സിൽ നല്ലോണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ തെറ്റില്ലാതെ വായിക്കാം എല്ലാവർക്കും. അപ്പോൾ പദങ്ങളും നിർത്തി ഉറപ്പിച്ച് വായിച്ചു, പിരിച്ചും പറഞ്ഞു, അർത്ഥവും പറഞ്ഞു. ഇത്രയും ഈ 27 ശ്ലോകം ഒന്ന് പോയിട്ട് നിങ്ങൾ തന്നെ സ്വയം 2 പ്രാവശ്യം വായിച്ചു നോക്കുക, ഹോംവർക്ക് ചെയ്യുക. അപ്പോൾ അർത്ഥം നല്ലോണം തെളിഞ്ഞു വരും. ഇപ്പം ഈസിയാണ്, 27 ശ്ലോകമല്ലേ ഉള്ളൂ. അന്നന്നാൾ ഹോംവർക്ക് ചെയ്താൽ അന്നന്നാൾ അതിനെ ഉറപ്പിച്ച് നിർത്താം. അപ്പോൾ പോവുക, 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ചൊല്ലുക, അർത്ഥം തോന്നുന്നുണ്ടോ എന്ന് നോക്കുക, ഉറപ്പിക്കുക, മറക്കില്ല. പിന്നെ ഇന്ന് തൽക്കാലം നിർത്താം. ഓം ക്ഷമാ പ്രാർത്ഥന ചൊല്ലി നിർത്താം. ഓം അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം സുരേശ്വരി
യത്പൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു മേ. അപരാധസദം കൃത്വാ ജഗദംബേതി ചോച്ചരേത് യാം ഗതിം സമവാപ്നോതി ന താം ബ്രഹ്മാദയഃസുരാഃ. സാപരാധോസ്മി ശരണം പ്രാപ്തസ്ത്വാം ജഗദംബികേ ഇദാനീം അനുകമ്പ്യോഹം യഥേച്ഛസി തഥാ കുരു. അജ്ഞാനാദ് വിസ്മൃതേർഭ്രാന്ത്യാ യന്യൂനമധികം കൃതം തൽസർവം ക്ഷമ്യതാം ദേവി പ്രസീദ പരമേശ്വരി. കാമേശ്വരി ജഗന്മാതഃ സച്ചിദാനന്ദ വിഗ്രഹേ ഗൃഹാണാർച്ചാമി മാം പ്രീത്യാ പ്രസീദ പരമേശ്വരി. ഗുഹ്യാദിഗുഹ്യ ഗോപ്ത്രേ ത്വം ഗൃഹാണാസ്മത്കൃതം ജപം സിദ്ധിർഭവതു മേ ദേവി ത്വൽപ്രസാദാത് സുരേശ്വരി. ഓം ശ്രീ ദുർഗാർപ്പണമസ്തു. ഓം നമശ്ചണ്ഡികാജൈ. ഓം ശ്രീ ജഗദംബാർപ്പണമസ്തു. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ വീണ്ടും തുടരാം. നമുക്ക് 3 ക്ലാസ്സുകളും നാളെയുണ്ട്. അതാത് സമയത്ത് കാണാം. ഹരി ഓം.